new concept of techflora. This is Bindu Joseph from Kozhikode. ഏതൊരു കൃഷിയുടെയും ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമ്മളുടെ കീടബാധ എന്ന് പറയുന്നത്. ഈ രോഗകീടബാധകളെ ചെറുക്കുന്നതിന് നമുക്ക് ഏതെങ്കിലും ഒരു കീടനാശിനിയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം എങ്ങനെയുള്ള കീടനാശിനിയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുക? നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ മിത്രകീടങ്ങളെ നശിപ്പിക്കാത്ത രീതിയിൽ ഓർഗാനിക് ആയിട്ടുള്ള കീടനാശിനികളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുതന്നെയാണ്, ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കീടനാശിനി. അത് മറ്റൊന്നുമല്ല, പുകയില കഷായമാണ്. എങ്ങനെയാണ് പുകയില കഷായം ഉണ്ടാക്കുക എന്നും അതെങ്ങനെയാണ് ചെടികളിൽ അപ്ലൈ ചെയ്യുക എന്നാണ് നമ്മളത് കാണാൻ പോകുന്നത്. നമ്മുടെ പുകയില കഷായം അങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ റിസൾട്ട്, എന്താണ് ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വില്ലൻ്റെ ദാരുണമായ അന്ത്യമാണ് ഈ കാണുന്നത്. പുകയില കഷായം ഉണ്ടാക്കാനായിട്ട് നമുക്കിത് ആവശ്യമായിട്ടുള്ളത് ഒരു 200 ഗ്രാം പുകയിലയാണ്. ഈ പുകയിലേനെ നമ്മൾ ചെറുതായി കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് നമ്മളൊരു 2 ലിറ്റർ വെള്ളത്തിൽ ഒരു രാത്രി മുഴുവൻ നമ്മൾ കുതിർത്ത് വെക്കാൻ പോവുകയാണ്. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മളിനി വെള്ളത്തിൽ കുതിർത്തി വെക്കാൻ പോകുന്നു. ഇതിലേക്ക് നമ്മൾ 2 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം നെഗൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ഓവർനൈറ്റ് ഇത് കുതിർത്ത് വെക്കാൻ പോകുന്നു. ഇന്നലെ നമ്മൾ കുതിർത്തി വെച്ച ആ പുകയിലയാണിത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ രീതിയിലേക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ പിഴിഞ്ഞ് ഈ ചാറ് മാത്രം, ഇത് മാത്രമായിട്ട് നമുക്ക് അരിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ലിറ്റർ വെള്ളമാണ്. ഈ 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളൊരു 50 ഗ്രാം ബാർ സോപ്പ്, ഒരു 50 ഗ്രാം സോപ്പ് നമ്മൾ അരിഞ്ഞിട്ടിട്ട് നല്ലവണ്ണം ഒരു ലായനിയാക്കുക. സോപ്പ് ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ലായനിയെ കുറേശ്ശെയായിട്ട് പുകയില ലായനിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഇതാണ് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള പുകയില ലായനി. ഇതിലേക്ക് നമ്മളിനി 1/2 ലിറ്റർ വെള്ളത്തിൽ സോപ്പ് ലയിപ്പിച്ചിട്ടുള്ള 1/2 ലിറ്റർ ആണിത്. ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് ഇതൊന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ പുകയില കഷായം റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് നേരിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പറ്റില്ല, നമ്മൾ ഇച്ചിരി ഡൈലൂട്ട് ചെയ്യണം. അതായത് ഒരു 3 ഇരട്ടി. ഇതിപ്പോൾ നമുക്ക് 2.5 ലിറ്റർ വെള്ളമാണുള്ളത്. സൊല്യൂഷൻ നമുക്ക് 2.5 ലിറ്റർ ഉണ്ട്. 2 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിത് പുകയില കുതിർത്ത് വെച്ചത്. പിന്നെ 1/2 ലിറ്റർ സോപ്പ് ലായനിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് 3 ഇരട്ടി വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് ഏത് ചെടികളാണ് അഫക്റ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പുഴു വരുന്നത് ആ ചെടികൾക്കെല്ലാം തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് പുകയില കഷായം തയ്യാറാക്കാം. നമ്മുടെ ഒരു കറിവേപ്പിലയുടെ ഒരു ദയനീയാവസ്ഥ കണ്ടോ? ഓൾമോസ്റ്റ് എല്ലാ ഇലകളും തന്നെ തിന്നുപോയിട്ടുണ്ട്. കണ്ടോ? ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഇടയിൽ ആ വില്ലനെയും നമുക്ക് കാണാൻ കഴിയും. നോക്കട്ടെ, തപ്പിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇതിൻ്റെ ഇടയിൽ വില്ലനായി പ്രവർത്തിച്ചിരിക്കുന്ന ആരാണെന്ന്. യെസ്, ഇതാണ്ടിരിക്കണു നമ്മുടെ വില്ലൻ. ഇവനാണ് നമ്മുടെ കറിവേപ്പില കംപ്ലീറ്റ് നശിപ്പിച്ച് കളയുന്ന മഹാൻ. നമുക്ക് ഇവനെ ഇല്ലാണ്ടാക്കാനും നമുക്ക് ഈ പുകയില കഷായം നമ്മൾ പ്രയോഗിച്ച് നോക്കാം. കണ്ടോ, ഒരു ഇലയിൽ തന്നെ കുഞ്ഞിതടക്കം ഉണ്ടാവും. ഈ സാധനമൊക്കെ തിന്ന് തീർക്കുന്ന കറിവേപ്പില എന്ന് പറഞ്ഞത് വലിയ എമൗണ്ട് കറിവേപ്പില തിന്ന് തീർക്കും. ഈ ചെറുത് മതി. ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഏതൊരു വീട്ടമ്മമാരുടെയും പ്രശ്നമാണ് കറിവേപ്പില ഉണ്ടാവുന്നില്ല എന്നുള്ളത്. നമ്മുടെ പുകയില കഷായം ലേശം അങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സ്പ്രഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വില്ലൻ്റെ ദാരുണമായ അന്ത്യമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ചെടിയിൽ നിന്നും ചത്ത് താഴെ വീണിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് എടുത്ത് ഷൂട്ട് ചെയ്തെന്ന് മാത്രം. ഇതാണ് എലപ്പേൻ. എലപ്പേനിൻ്റെ ആക്രമണ ഫലമായിട്ട് ഇതിൻ്റെ തളിരിലയിൽ ആദ്യമായിട്ട് ബാധിക്കുക.
ഈ തളിരിലകളുടെ അരികുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അരികുകൾ മുകളിലേക്കും താഴേക്കുമായിട്ട് ചുരുണ്ട് ഇലകളിൽ ചെറിയ മുഴകളുണ്ടായിട്ട് കാണപ്പെടും. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇലകളുടെ വളർച്ചയും നമുക്കിവിടെ കാണാൻ കഴിയും. രണ്ടാമത് ഇല വളർച്ച അനുഭവപ്പെടും. മാത്രമല്ല ഈ ഇലയുടെ അരികിൽ നമുക്ക് കാണാൻ കഴിയും ഇലയുടെ അരികുകൾ ചുരുണ്ടിട്ട് കുഴൽ പോലെയുണ്ട്. ഈ ഇങ്ങനെ കുഴൽ പോലെ കാണപ്പെടുന്ന ഭാഗത്താണ് ഈ പ്രാണികൾ കൂട്ടമായിട്ട് വസിക്കുന്നത്. പുകയില കഷായത്തിലൂടെ നമുക്ക് ഒരു പരിധിവരെ ഇതിൻ്റെ ആക്രമണത്തെയും ചെറുക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലേക്ക് ഇല വളർച്ച അനുഭവപ്പെട്ട് ഈ രീതിയിലേക്ക് ഇല മാറും. നമുക്ക് കാണാൻ കഴിയും. ഈ കുഴൽ ഭാഗം, ഈ കുഴൽ പോലെയുള്ള ഏരിയയിലായിരിക്കും ഇതിൻ്റെ പ്രാണികൾ കൂട്ടമായിട്ട് വസിക്കുക. പിന്നെ മെല്ലെ മെല്ലെ ഇത് കൊഴിയാൻ തുടങ്ങും. ഓരോ ഇലകളായിട്ട് കൊഴിഞ്ഞ് ചെടിയെ മൊത്തത്തിൽ ഇത് ബാധിക്കും. ഏതൊരു പച്ചക്കറി നമ്മൾ വെജിറ്റബിൾ കൃഷി ചെയ്താലും നമ്മൾ ഇതുപോലെയുള്ള പുഴുക്കളുടെ ആക്രമണം നമുക്ക് കാണാൻ കഴിയും. ഇതിൽ മുഴുവനും നമ്മുടെ കാന്താരി തൈകളായിരുന്നു വെച്ചിരുന്നത്. കംപ്ലീറ്റ് പുഴുവിൻ്റെ ആക്രമണം മൂലം മുഴുവൻ നശിച്ചുപോയി. അതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്തരം പുഴുവിൻ്റെ ആക്രമണങ്ങളെ ചെറുക്കാനായിട്ട് നമുക്ക് ഈ പുകയില കഷായം ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മളുടെ കുറേ പച്ചക്കറികൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ചീനി തൈകളെല്ലാം ചെയ്ത് കുറച്ച് പുഴുക്കൾ നിന്നുപോയി. അപ്പോൾ നമ്മൾ ഈ പുകയില കഷായം ഒന്നങ്ങോട്ട് പ്രയോഗിച്ചു. അതിനുശേഷം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഈ തക്കാളി. ഇപ്പോൾ ഇത് നല്ലതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പൂക്കളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ നമുക്ക് ഇതിനകത്ത് തക്കാളി ആയിരിക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മുടെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ വീണ്ടും പുതിയൊരു കോൺസെപ്റ്റുമായി കാണുന്നത് വരെ ബൈ.